എല്ലാവർക്കും നമസ്കാരം. ലൂസൻ PSCയുടെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട പൂരങ്ങളെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മറ്റു പ്രധാന ഉത്സവങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ഉത്സവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് വിഷു. വിഷു നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാണ് വിഷു. ഓക്കെ. ഇനി വിഷുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലേ, ഓണം കഴിഞ്ഞാലും മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. നമുക്കറിയാം വിഷുവാണ്. ഇനി എല്ലാ വർഷവും മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ വിഷുക്കണിയും വിഷു കൈനീട്ടവുമാണ്. വിഷു കൈനീട്ടവുമാണ് വിഷു ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ. ഇനി കേരളത്തിലെ കാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. ഓക്കെ, കാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു ഉത്സവമാണ് നവരാത്രി. ഓക്കെ, എന്താണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാല്, ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നവരാത്രി. ഓക്കെ, കേരളത്തിൽ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം. കേരളത്തില് നവരാത്രി ദിനത്തിൽ നമ്മള് പൂജ ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്ന ആരാധിക്കുന്നതൊക്കെ സരസ്വതി ദേവിനെയാണ്. അപ്പൊ കേരളത്തിൽ നവരാത്രി ദിനത്തില് സരസ്വതി ദേവിക്കാണ് പ്രാധാന്യം. ഓക്കെ, നവരാത്രിയിൽ ദുർഗാദേവിയും 9 ഭാവങ്ങളിലുള്ള ദേവികളെയും ആരാധിക്കുന്നു. നവരാത്രിയുമായി ബന്ധപ്പെട്ട് പോയിന്റ്സ് പറയുന്നതേ ഉള്ളൂ, ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അവസാന 3 ദിവസങ്ങളിലായി ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നു. അവസാന 3 ദിവസങ്ങളിലായിട്ട് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെ ആഘോഷിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് PSC എന്ന നിലയിൽ നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, 2021 ഡിസംബറിൽ യുനെസ്കോ പൈതൃക പട്ടിക പദവി ലഭിച്ച ആഘോഷമാണ് ദുർഗാപൂജ. ഓക്കെ, 2021 ഡിസംബറിൽ യുനെസ്കോ പൈതൃക പട്ടിക പദവി ലഭിച്ച ഒരു ആഘോഷമാണ് ദുർഗാപൂജ. അതൊന്ന് ഓർത്തിരിക്കുക. കൊൽക്കത്തയിലെ ദുർഗാപൂജക്കാണ് പൈതൃക പട്ടികയിൽ സ്ഥാനം ലഭിച്ചത്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് തിരുവാതിര. കലോത്സവ വേദികളിലൊക്കെ കാണുന്നതാണ് തിരുവാതിരയാണ്. അപ്പൊ തിരുവാതിരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല്, കേരളത്തിലെ സ്ത്രീകള് മലയാള മാസം ധനുമാസത്തിലാണ്, ധനുമാസ തിരുവാതിര എന്നൊക്കെ കേട്ടിട്ടില്ലേ? ധനുമാസത്തില് ശുക്ലപക്ഷത്തിന്റെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് ആഘോഷിക്കുന്നത്. സ്ത്രീകളാണ് പൊതുവെ തിരുവാതിര കളിക്കുന്നത്. വിളക്കൊക്കെ കത്തിച്ചു വെച്ച്, നടുക്ക് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ഓക്കെ, തിരുവാതിര ഉത്സവം ആഘോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുള്ളത്. ഇനി അടുത്ത ഒന്നാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, കൊറ്റംകുളങ്കര ചമയ വിളക്ക്. എന്താണ് കൊറ്റംകുളങ്ങര ചമയ വിളക്ക് എന്ന് ചോദിച്ചാല്, കൊറ്റംകുളങ്ങര ചമയ വിളക്ക് എന്താന്ന് ചോദിച്ചാല്, പിന്നെ പുരുഷന്മാർ ഉത്സവരാത്രിയിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യഘോഷങ്ങളോട് കൂടി ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ് കൊറ്റംകുളങ്ങര ചമയ വിളക്ക്. ഓക്കെ, എന്താണ്, പുരുഷന്മാര് സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടിയിട്ട് സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുകളുമായി വാദ്യഘോഷങ്ങളോടുകൂടി ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ് കൊറ്റംകുളങ്ങര ചമയ വിളക്ക്. അത് അരങ്ങേറുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ഈ സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. കൊറ്റംകുളങ്ങര ചമയ വിളക്ക് കൊല്ലം. ഓക്കെ, കൊറ്റംകുളങ്ങര കൊല്ലം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി കൽപ്പാത്തി രഥോത്സവം. ഓക്കെ, പേരിൽ തന്നെയുണ്ട് കാര്യങ്ങൾ. അതെന്താന്ന് നോക്കിയാല്, പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്നത്. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്നത്. തികച്ചും കലാപരമായി നിർമ്മിച്ച അതിമനോഹരമായി അലങ്കരിച്ച തേരുകളാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആകർഷണം. ഈ കാണുന്നത് കണ്ടോ, ഇതൊക്കെ തേരുകളാണ്. അതിമനോഹരമായിട്ട് അലങ്കരിച്ച തേരുകളാണ് ഇതെല്ലാം. ഇതാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണം. ഓക്കെ,
ഉത്സവത്തിന്റെ ഒന്നാം ദിവസം ഒരു തേരും, രണ്ടാം ദിവസം 2 തേരും, മൂന്നാം ദിവസം 3 തേരുമാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇത് പിന്നെ നമ്മളെ സിലബസിൽ പറഞ്ഞത് കൊണ്ട് മാത്രം പറയുന്നത് എന്നുള്ളൂ. ഓക്കെ. ഇനി ഒന്നാണ് ചെട്ടികുളങ്കര ഭരണി. കുളങ്കര ഭരണി അതെന്താന്ന് നോക്കിയാല്, ചെട്ടികുളങ്കര ഭരണി ആലപ്പുഴ ജില്ലയിലാണ്. ചെട്ടികുളങ്കര ആലപ്പുഴ ജില്ലയില്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്കര ഭഗവതി ക്ഷേത്ര ഉത്സവം. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടികുളങ്കര ഭഗവതി ക്ഷേത്ര ഉത്സവം. ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടികുളങ്കര ഭരണി. ഓക്കെ. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഉത്സവം നടക്കുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഉത്സവം നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് കെട്ടുകാഴ്ചയും കുത്തിയോട്ടവുമാണ് പ്രധാന ആകർഷണം. കെട്ടുകാഴ്ചയും കുത്തിയോട്ടവും ചെട്ടികുളങ്കര ഭരണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കെട്ടുകാഴ്ചയും കുത്തിയോട്ടവുമാണ് പ്രധാനപ്പെട്ട ആകർഷണം ഏതിന്റെ? ചെട്ടികുളങ്കര ഭരണിയുടെ. ഓക്കെ. ഇനി മറ്റൊന്നാണ് കൊട്ടിയൂർ വൈശാഖ ഉത്സവം, അല്ലെങ്കിൽ വൈശാഖ മഹോത്സവം, അല്ലെങ്കിൽ കൊട്ടിയൂർ ഉത്സവം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് നോക്കിയാൽ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ബാവലിയുടെ നദി, ബാവലിപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. ആ നദിയുടെ ഇരു കരകളിലുള്ള ക്ഷേത്രങ്ങളാണ് അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ. ഈ 2 ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. എന്താണ് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ഓർത്തിരിക്കേണ്ടത് വെച്ചാൽ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഏത് മാസമാണെന്ന് ചോദിച്ചാൽ മീനമാസത്തിലെ ആഘോഷമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭരണിപ്പാട്ട്, കാവ് തീണ്ടൽ എന്നിവയുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആചാരങ്ങൾ. ഓക്കെ. ഇനി മറ്റൊന്നാണ് നെന്മാറ വേല. തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യ വിസ്മയമാണ് നെന്മാറ വേല, അല്ലെങ്കിൽ നെന്മാറ വലങ്ങി വേല. ഓക്കെ, നെന്മാറ വലങ്ങി വേല. ഓക്കെ. പാലക്കാട് നെല്ലിക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ ഒരുങ്ങുന്ന 21 ദിവസത്തെ ഉത്സവമാണ് നെന്മാറ വലങ്ങി വേല. തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യ വിസ്മയമാണ് നെന്മാറ വലങ്ങി വേല. പാലക്കാട് ജില്ലയിലാണ് നടക്കുന്നത്. പാലക്കാട് നെല്ലിക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ ഒരുങ്ങുന്ന 21 ദിവസത്തെ ഉത്സവമാണ്. 21 ദിവസം കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഏതാണ് സ്ഥലം? പാലക്കാട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 21 ദിവസത്തെ ആഘോഷമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ നെന്മാറ വലങ്ങി വേലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഇനി മറ്റൊന്നാണ് ഓച്ചിറ കാളകെട്ട്. ഓച്ചിറ കാളകെട്ടുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാല് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ്. എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ്. കന്നുകാലികളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഉത്സവമായ ഓച്ചിറ കാളകെട്ടാണ്. 28ാം ഓണം എന്നറിയപ്പെടുന്നത് ഓച്ചിറ കാളകെട്ടാണ്. 28ാം ഓണം എന്നറിയപ്പെടുന്നത് ഓച്ചിറ കാളകെട്ടാണ്. ഇത് നമ്മൾ ഓണം പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് ചോദിച്ചാല് കാർഷിക അഭിവൃദ്ധിക്ക് കൂടിയാണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. കാർഷിക അഭിവൃദ്ധിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് വേറെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അതെന്താണെന്ന് ചോദിച്ചാല് രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധവീര സ്മരണകൾ ഉയർത്തുന്നതിനായി നടക്കുന്ന ഉത്സവമാണ് ഓച്ചിറകളി. രാജഭരണകാലത്ത് വേണാട് കായംകുളം രാജാക്കന്മാർ നടത്തിയ യുദ്ധവീര സ്മരണകൾ ഉയർത്തുന്നതിനായി നടക്കുന്ന ഉത്സവമാണ് ഓച്ചിറകളി. ഓക്കെ. ഇനി ഓച്ചിറ കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഉത്സവമാണ് ഓച്ചിറകളി. നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ലയിലാണ് പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ. ഓച്ചിറ കളി ഒരു ആയോധന കലാ പ്രകടനമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓച്ചിറ കളി ഒരു ആയോധന കലാ പ്രകടനമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം ആണ് 12 വിളക്ക് മഹോത്സവം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം ആണ് 12 വിളക്ക് മഹോത്സവം എന്നറിയപ്പെടുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവമാണ് 12 വിളക്ക് മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓച്ചിറ കാളകെട്ടുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി മറ്റൊരു ഉത്സവമാണ് എടത്വ പെരുന്നാൾ. ആലപ്പുഴ എടത്വ പട്ടണത്തിൽ ജോർജ് ഫെറാനോ പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വ പെരുന്നാൾ. ഓക്കെ. ആലപ്പുഴ ജില്ലയിലാണ് എടത്വ പെരുന്നാൾ നടക്കുന്നത്. എടത്വ പട്ടണത്തിൽ ജോർജ് ഫെറാനോ പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വ പെരുന്നാൾ.
ഓക്കെ. ഇനി മറ്റൊന്നാണ് മണ്ണാർക്കാട് പെരുന്നാൾ. മണ്ണാർക്കാട് പെരുന്നാൾ അതെന്താന്ന് നോക്കിയാല് കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പെരുന്നാൾ. കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ അരങ്ങേറുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പെരുന്നാൾ. നിങ്ങള് ഈ അറ്റ്ലീസ്റ്റ് ഈ എന്താ പറയാ ഡിസ്ട്രിക്ട് എങ്കിലും ജില്ലയെങ്കിലും ഒന്ന് ഓർത്തിരിക്കാം. മണ്ണാർക്കാട് പെരുന്നാൾ നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്, സെന്റ് മേരീസ് പള്ളിയിലാണ്. ഓക്കെ. ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട് 8 നോമ്പ് പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. മണ്ണാർക്കാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് 8 നോയമ്പ് പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി മറ്റൊന്നാണ് വെട്ടുകാട് പെരുന്നാൾ. വെട്ടുകാട് പെരുന്നാൾ നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാൾ. വെട്ടുകാട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് ഈ പേര് കേൾക്കുന്നതിന് അതിന്റെ കൂടെ തന്നെ കിട്ടും. ഇനി മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിൽ, മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്നതാണ് വെട്ടുകാട് പെരുന്നാൾ. ഓക്കെ. ഇനി മറ്റൊന്നാണ് കാഞ്ഞിരമറ്റം കൊടിക്കുത്ത്. ഇതെന്താന്ന് നോക്കിയാല് സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട എറണാകുളത്തെ കാഞ്ഞിരമറ്റം പള്ളിയിലെ ഉത്സവം എവിടെയാണ് നടക്കുന്നത്? കാഞ്ഞിരമറ്റം കൊടിക്കുത്ത് എവിടെയാണ് നടക്കുന്നത്? എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം പള്ളിയിലെ ഉത്സവമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത് ചോദിച്ചാല് സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീന്റെ സ്മരണാർത്ഥമാണ് ഈ ഉത്സവം നടക്കുന്നത്. ഓക്കെ. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് കാഞ്ഞിരമറ്റം കൊടിക്കുത്തിന്റെ പ്രധാന ആകർഷണം. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഇനി മറ്റൊന്നാണ് പട്ടാമ്പി നേർച്ച. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെ നോക്കിയാല് ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യന്റെ സ്മരണക്കായി നടത്തപ്പെടുന്ന ആഘോഷം. ഇത്ര മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യന്റെ സ്മരണക്കായി നടത്തുന്ന ആഘോഷം. സ്ഥലമൊക്കെ ആ പേരിൽ തന്നെയുണ്ട്, പട്ടാമ്പി. ഓക്കെ. ഇനി മറ്റൊരു ഉത്സവമാണ് അപ്പം വാണിഭം നേർച്ച. അപ്പം വാണിഭം നേർച്ച നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് അപ്പം വാണിഭ നേർച്ച നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കിയാല് കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദിൽ ജാതി മതഭേദമന്യേ നടക്കുന്ന ഉത്സവമാണ് അപ്പം വാണിഭ നേർച്ച. കോഴിക്കോടാണ് നമ്മൾ പറഞ്ഞു. ഇനി മസ്ജിദിന്റെ പേര് ചോദിച്ചാൽ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദ്. എല്ലാ ജാതി മത വിഭാഗക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഉത്സവമാണ് ഇത്. ഓക്കെ. അപ്പം വാണിഭ നേർച്ച. ഇനി ഇതിന്റെ മറ്റൊരു പോയിന്റ് നോക്കുന്ന സമയത്ത് വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത. വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത. ഓക്കെ. ഇനി ഒന്നാണ് ദീപാവലി. ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ദീപാവലി. എന്താണ് ദീപാവലി എന്ന് ചോദിച്ചാൽ ദീപങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഒന്നും നമുക്ക് പഠിക്കേണ്ട. ദീപങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവം എന്നറിയപ്പെടുന്നത് ദീപാവലി. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി മറ്റൊന്നാണ് റംസാൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്, കേരളത്തിലെയും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. അതെന്താന്ന് നോക്കിയാല് മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് റംസാൻ. പെരുന്നാൾ ആഘോഷമാണ് റംസാൻ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാന പെരുന്നാളാണ് ബക്രീദ് എന്ന ബലിപെരുന്നാളാണ് മുസ്ലിം ജനതയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പെരുന്നാൾ. ഓക്കെ. ഈ കാര്യങ്ങൾ റംസാനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ഇനി മറ്റൊന്നാണ് ഭീമാപ്പള്ളി ഉറൂസ്. ഭീമാപ്പള്ളി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുൻകാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടുതലുമായി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് നോക്കിയാല് ഭീമാപ്പള്ളി ഉറൂസ് എന്താന്ന് നോക്കിയാല് തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളിയിലെ ദർഗാ ഷെരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിലെ ദർഗാ ഷെരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റുകൾ നോക്കുന്ന സമയത്ത് ചന്ദനക്കുടം മഹോത്സവം എന്നും അറിയപ്പെടുന്ന ഈ ഉത്സവത്തിന്റെ പ്രത്യേകത ഭക്തർ വഴിപാടായി നാണയം നിറച്ച മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്.
ഇനി ചന്ദനക്കുട മഹോത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാന്ന് ചോദിച്ചാൽ ഭീമാപ്പള്ളി ഉറൂസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭക്തർ വഴിപാടായി നാണയം നിറച്ച മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഈ മൺപാത്രങ്ങൾ ചന്ദനം കൊണ്ട് മൂടിയിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത് സംഗീത നൃത്ത ഉത്സവങ്ങളിലേക്കാണ്, സംഗീത നൃത്തോത്സവങ്ങളിലേക്കാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഗീത നൃത്തോത്സവങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിശാഗന്ധി നൃത്തോത്സവം. നിശാഗന്ധി നൃത്തോത്സവം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നിശാഗന്ധി നൃത്തോത്സവം എന്താന്ന് നോക്കിയാൽ, അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കിയാല്, കേരളം ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന വാർഷിക നൃത്ത പരിപാടിയാണ് നിശാഗന്ധി നൃത്തോത്സവം. കേരളം ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന വാർഷിക നൃത്ത പരിപാടിയാണ് നിശാഗന്ധി നൃത്തോത്സവം. ഓക്കെ, ആരാ സംഘടിപ്പിക്കുന്നത്? കേരള ടൂറിസം വകുപ്പ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി നിശാഗന്ധി നൃത്ത ഉത്സവത്തോടനുബന്ധിച്ച് കേരളം ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് നിശാഗന്ധി പുരസ്കാരം. നിശാഗന്ധി നൃത്ത ഉത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം. ഓക്കെ, നിശാഗന്ധി പുരസ്കാരം. നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം 2013. നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാല് 2013 ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് നോക്കുന്ന സമയത്ത് കേരള ടൂറിസം വകുപ്പിന്റെ പ്രഥമ നിശാഗന്ധി സംഗീത പുരസ്കാരത്തിന് അർഹനായവർ ആരൊക്കെയാന്ന് ചോദിച്ചാല് രണ്ടാൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് പാറശാല ബി പൊന്നമ്മാൾ. പാറശാല ബി പൊന്നമ്മാൾ. അടുത്തതാണ് ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണൻ. ഓക്കെ, ഇനി നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാല് മൃണാലിനി സാരാഭായ്ക്കാണ് ആദ്യമായിട്ട് നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി 2019 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാല് കലാമണ്ഡലം ക്ഷേമാവതിക്കാണ് 2019 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. അവർ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആരാന്ന് ചോദിച്ചാല് സി വി ചന്ദ്രശേഖരൻ ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ചിത്ര വിശ്വേശ്വരനാണ് 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. ഇത് ഓർത്തിരിക്കുക. നിശാഗന്ധി പുരസ്കാരം 2024 ചിത്ര വിശ്വേശ്വരൻ ബന്ധപ്പെട്ടിരിക്കുന്ന കല ഭരതനാട്യമാണ്, ഡാൻസ് ഭരതനാട്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിശാഗന്ധി നിശാഗന്ധി നൃത്തോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, ഇനി ഒന്നാണ് നവരാത്രി സംഗീതോത്സവം. അതെന്താന്ന് നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ് എന്താണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് നവരാത്രി സംഗീതോത്സവം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് നവരാത്രി സംഗീതോത്സവം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തോടടുത്തുള്ള നവരാത്രി മണ്ഡപത്തിലാണ് ഈ സംഗീതോത്സവം നടക്കുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തോടടുത്തുള്ള നവരാത്രി മണ്ഡപത്തിലാണ് ഈ സംഗീതോത്സവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെ വെച്ച് നടക്കുന്നുള്ള കാര്യവും മനസ്സിലായി. ഇനി ഈ നവരാത്രി മണ്ഡപം അറിയപ്പെടുന്നത് വെച്ചാൽ ചൊക്കിട്ട മണ്ഡപം എന്നും അറിയപ്പെടുന്നുണ്ട്. ചൊക്കിട്ട മണ്ഡപം എന്നറിയപ്പെടുന്നത് നവരാത്രി മണ്ഡപമാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള നവരാത്രി മണ്ഡപമാണ് ചൊക്കിട്ട മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നവരാത്രി മഹോത്സവം ആരംഭിച്ച മഹാരാജാവ് ആരാന്ന് ചോദിച്ചാല് സ്വാതി തിരുനാളാണ് നവരാത്രി മഹോത്സവം ആരംഭിച്ചത്. ഇനി മറ്റൊരു സംഗീതോത്സവമാണ് സ്വാതി സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാല് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം ജനുവരി 4 മുതൽ 13 വരെ നടത്തപ്പെടുന്നു. 10 ദിവസമാണ് സ്വാതി സംഗീതോത്സവം നടക്കുന്നത്. ജനുവരി 4 മുതൽ 13 വരെ നടത്തപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് സകലകലാവല്ലഭനായ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേള. സകലകലാവല്ലഭനായ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് സ്വാതി സംഗീതോത്സവം. ഓക്കെ, സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത് കുതിരമാളിക കൊട്ടാരത്തിലാണ്. സ്വാതി സംഗീതോത്സവം അരങ്ങേറുന്നത്. ഓക്കെ,
കുതിരമാളിക കൊട്ടാരം പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെമ്പൈ സംഗീതോത്സവം. ചെമ്പൈ സംഗീതോത്സവം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് ചെമ്പൈ സംഗീത ആദ്യത്തെ പോയിന്റ് ആണ്. ചെമ്പൈ സംഗീതോത്സവം സംഗീതാചാര്യൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണക്കായി നടത്തുന്ന ഉത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം. ആ പേരിൽ തന്നെ ഉണ്ട്. ചെമ്പൈ സംഗീതോത്സവം എന്ന് പറയുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണക്കായി നടത്തുന്ന സംഗീതോത്സവമാണ് ചെമ്പൈ സംഗീതോത്സവം. ഓക്കെ, ഇനി ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗുരുവായൂർ ദേവസ്വമാണ് ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ആണ് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അവസാന ദിവസം ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് ആലപിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അവസാന ദിവസം ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് ആലപിക്കുന്നത്. വല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ ഒരു മാർക്ക് നഷ്ടപ്പെടരുത്, ഓർമ്മിച്ച് വെക്കുക. ഇനി സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് അഭിലാഷ് വെങ്കിടാചലം. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ 2020 ചെമ്പൈ യുവ സംഗീതജ്ഞ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് അഭിലാഷ് വെങ്കിടാചലം. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു പോയിന്റുകൾ നോക്കുന്ന സമയത്ത് 2024 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം 2024 നേടിയത് ആരാന്ന് ചോദിച്ചാല് എ കന്യാകുമാരി ഒരു വയലിൻ ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാല് ടി എൻ ശേഷഗോപാലൻ. കർണാടിക് മ്യൂസീഷ്യൻ. ഓക്കെ, ഇനി 2022 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാല് വി സുരേന്ദ്രനാണ്. ഇദ്ദേഹം മലയാളിയാണ്. ഒരു മൃദംഗം വാദ്യനാണ്. മൃദംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃദംഗം വായിക്കുന്ന ഒരു കലാകാരനാണ് വി സുരേന്ദ്രൻ. ഓക്കെ, 2022 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് വി സുരേന്ദ്രനാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി 2021 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാല് തിരുവിഴ ജയശങ്കർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു PSC വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് നോട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു വലിയ ഉപകാരമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ഇതിനു മുകളിലേക്ക് കാര്യങ്ങൾ വേറെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യാൻ ഈ ക്ലാസ് മുഴുവനായിട്ട് കേട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.